ഫ്രണ്ട്സ്, ഒരു തെറ്റ് വീണ്ടും ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടും വീണ്ടും വീണ്ടും നിങ്ങളത് ആവർത്തിക്കാറുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ കഴിയാതെ വരുന്നുണ്ടാകാം. എത്രയെത്ര പ്രോമിസുകൾ എടുത്തിട്ടും നിങ്ങളുടെ പണം ഒരേ രീതിയിൽ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടാകാം. ഇതൊന്നും നമുക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണോ ഫ്രണ്ട്സ്? ഒരിക്കലുമല്ല. ഇവിടെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വേറെ ഏതോ രീതിയിലുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പാറ്റേൺ ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാദ്യം നമ്മുടെ മൈൻഡിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ മൈൻഡിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, രണ്ട് സബ് കോൺഷ്യസ് മൈൻഡ്. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ മൈൻഡിനെ ഒരു ഐസ്ബർഗിനോട് നമുക്ക് സങ്കല്പിക്കാം. ഇപ്പോൾ ഈ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറിയൊരു ഭാഗം മാത്രമാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതായത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്, കോൺഷ്യസ് ആയിട്ട് നമ്മളിലൂടെ പോകുന്ന തോട്ട്സുകൾ, ഇതെല്ലാം ഈ കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗം മാത്രമാണ്. എന്നാൽ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആകട്ടെ, ബിലീഫ് ആകട്ടെ, നമ്മുടെ ഹാബിറ്റ്സ് ആകട്ടെ, ഇമോഷണൽ പാറ്റേൺസ് ആകട്ടെ, ഇതെല്ലാം ഈ ഐസ്ബർഗിൻ്റെ അടിഭാഗം പോലെ സബ് കോൺഷ്യസ് ലെവലിൽ സ്റ്റോർഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എത്രയൊക്കെ പ്രോമിസുകൾ എടുത്തു കഴിഞ്ഞാലും പെട്ടെന്നൊരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ പഴയ ഒരു പാറ്റേണിലേക്ക് അല്ലെങ്കിൽ റിയാക്ഷനിലേക്ക് പോകുന്നത്. ഇവിടെ പലരും ചെയ്യുന്നൊരു കാര്യം, ഈ പ്രോമിസുകൾ ബ്രേക്ക് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. ഫ്രണ്ട്സ്, ഇവിടെ നമ്മളെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആ മെൻ്റൽ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ളൊരു എക്സസൈസ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇനി എല്ലാവരും ബുക്കും പേനയും എടുക്കുക. ശേഷം ഇനി ഞാൻ പറയുന്ന 3 ക്വസ്റ്റ്യൻസ് ബുക്കിലേക്ക് എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റെന്താണ്? ആ തെറ്റ് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഒരു തെറ്റ് ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ട്രിഗർ എന്താണ്? എന്ത് ട്രിഗർ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഈ തെറ്റ് നിരന്തരമായിട്ട് ചെയ്യുന്നത്? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇനി നെക്സ്റ്റ് ടൈമിൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അത് വൃത്തിയായിട്ട് നിങ്ങളുടെ ബുക്കിലേക്ക് ഒന്ന് എഴുതുക. ഇപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഉടനെ തന്നെ ആ പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്തു എന്ന് അർത്ഥമില്ല. ഇപ്പോൾ നമ്മൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റെന്ന് പറയുന്നത് നിരന്തരമായിട്ട് നമ്മൾ ഒരിക്കൽ ചെയ്ത ആക്ഷൻ്റെ ഫലമാണ്, അല്ലേ? അതിപ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു മെൻ്റൽ പാറ്റേൺ ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ പുതിയൊരു ഡയറക്ഷൻ കിട്ടി. ആ ഒരു ഡയറക്ഷനിലൂടെ നിരന്തരമായിട്ട് ആക്ഷൻ എടുക്കുക. തീർച്ചയായിട്ടും ആ പാറ്റേണിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നതാണ്.